ഹലോ മച്ചാമാരെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് പൊഴിയൂർ പൂവാർ ബീച്ചാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ പേരെന്ന് പറയുന്നത് ഗോൾഡൻ സാൻഡ് ബീച്ചാണ്. അപ്പോൾ ഇവിടെ നിറയെ ടൂറിസ്റ്റൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും നമ്മുടെ ഫോട്ടോഷൂട്ടും നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്കും കൂടെ ഒന്ന് തട്ടി. നിൽക്കുന്നത് മോളുടെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞങ്ങളപ്പോൾ വന്നതാണ്. അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ ജസ്റ്റ് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ബീച്ചാണ്. അപ്പോൾ ബീച്ചിൽ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ആശാൻ ബാക്കിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ വരുന്ന വഴിയിലാണെങ്കിൽ എൻ്റെ വൈഫ് കോളേജിൽ നിന്ന് ബസ്സിൽ വന്നുകൊണ്ടിരുന്നു. അപ്പം അവളെയും കൂടെ പിക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. അപ്പം ആശാൻ കോളേജിൽ നിന്ന് വന്ന് തളർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ച്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കൊച്ചിനെ വെച്ച് ഫോട്ടോഷൂട്ട് എടുക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം കഷ്ടമെന്ന് അത് എടുത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ വെച്ച് എടുത്ത ഫോട്ടോസൊക്കെ അപ്പോൾ അവസാനം ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ഇടണേ. ഇവിടെ വരാൻ വേണ്ടി അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് നമുക്ക് വണ്ടിയിൽ വന്നിട്ട് കുറേ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബോട്ടിൽ വന്നിട്ട് ഡയറക്റ്റായിട്ട് ഇവിടെ നമുക്ക് വന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെ നിറയെ ടൂറിസ്റ്റുകളാണ് അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവധി ദിവസങ്ങളിലൊക്കെ വന്നാൽ ഇവിടെ അത്യാവശ്യം നല്ല കൂട്ടം തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ വർക്കിംഗ് ഡേയിലാണ് വന്നതുകൊണ്ട് ഇവിടെ അത്യാവശ്യം കൂട്ടം കുറവാണ്. നമ്മൾ പീസ്ഫുള്ളായിട്ട് നിറയെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സൈഡ് കായലും മറ്റേ സൈഡ് കടലുമാണ്. അതിന് നടുക്കായിട്ട് ഈ ഗോൾഡൻ സാൻഡ് ബീച്ച് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിറയെ പേര് ഇവിടെ നിറയെ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനടുത്തായിട്ട് തന്നെ ഒരു കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതിനടുത്തായിട്ടാണ് ഇവർ ഗെയിംസ് ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഫുട്ബോളും പിന്നെ വോളിബോളും അങ്ങനെ നിറയെ ഗെയിംസ് ഒക്കെ ഇപ്പോൾ ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ സൺസെറ്റും കണ്ടിട്ട് അപ്പോൾ നേരെ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴിയിലാണ് അപ്പോൾ ഈ സംഭവം കണ്ടത്. ഈ ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ കയറണമെന്ന് ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് ഇവിടെ വരണം. അപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒട്ടകത്തിൻ്റെ മുകളിൽ കയറി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം. പിന്നെ കുതിരയും ഇവിടെ ഉണ്ട്. അപ്പോൾ കുതിര, ഒട്ടകം അങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കാം. അങ്ങനെ ബീച്ചിൽ ലൈറ്റ് പോയതിനു ശേഷം നേരെ ഞങ്ങൾ വന്നത് ഈ റോഡിലാണ്. അപ്പോൾ ഈ റോഡിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോകുക. ഫോട്ടോ എടുത്ത് തളർന്നുകൊണ്ട് അടുത്ത് പോകുന്ന വഴിയിലാണ് ഈ ടർക്കിഷ് മന്തി കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഷവർമയും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ട് ഷവർമയും കഴിച്ചിട്ട് നേരെ ഞങ്ങളിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം. അതിനു മുമ്പായി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ ഞാൻ ചെറിയ ലൈക്കുകളായി പ്രതീക്ഷിക്കും.